ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ട്ടാ. അപ്പോൾ ആദ്യം തന്നെ എനിക്കൊരു കാര്യം സന്തോഷ വാർത്ത പറയാനുണ്ട്. എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയി. അപ്പോൾ ഇനിയാണ് നിങ്ങളുടെ കൂടുതൽ സപ്പോർട്ടൊക്കെ എനിക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇത്രയും കൊണ്ട് എത്തിച്ച നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ തുടർന്നും എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണണമെന്ന് ഞാൻ പറയുകയാണ്. ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഞാനിന്നൊരു പാലക്കാടൻ സ്പെഷ്യൽ തന്നെയാണ് ഈ ഒരു കാര്യം. ഈ ഒരു സീഡ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. അതിൻ്റെ പേര് പുളിയവര എന്നാണ് ഞങ്ങൾ പറയുക ഞങ്ങളുടെ ഈ ഒരു ഭാഗത്ത്. ഈ ഒരു പയർ ഒരു പുളിയായിട്ടൊരു പുളിങ്കറിയാണ് ഞങ്ങൾ വെക്കുക. അപ്പോൾ ഈ ഒരു വിഷുവൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രാധാന്യം കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇത് വേറെ ഭാഗത്തുള്ള ജില്ലക്കാർക്കൊന്നും അറിയില്ല എങ്കിൽ ഇതുപോലെ ഈ ഒരു വീഡിയോ നോക്കി നിങ്ങൾ കറി വയ്ക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വിഷുവിന് ഞങ്ങൾക്ക് ഇതൊരു പ്രത്യേകതയാണ്. ഇത് കറി വയ്ക്കും ആ വിഷുവിൻ്റെയൊക്കെ ദിവസം. അപ്പോൾ ഈ ഒരു വീഡിയോ വിഷുവൊക്കെ ആകാനായല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ച് തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അത് ആരും ഇങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻസ് അറിയിക്കണം. അപ്പോൾ ഞാനത് കുറച്ചെടുത്തിട്ട് വറുക്കാൻ വെച്ചു. ഒരു ചീനച്ചട്ടിയിലിട്ടിട്ട് അത് വറുത്തിട്ട് ഏകദേശം ബ്രൗൺ കളറൊക്കെ ആകുന്ന സമയത്ത് നമുക്കതൊന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് അത് വെള്ളത്തിലിട്ട് വയ്ക്കുക. ഒന്ന് കുതിരാനുണ്ട്. ഒന്ന് കുതിർന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഒരു കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇത് ഈ മുതിരയും അതുപോലെ വൻപയറില്ലേ അതുപോലെയൊക്കെ കറി വെക്കണ പോലെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ടേസ്റ്റും മണവും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് നിങ്ങൾക്ക് വെച്ചാൽ മാത്രമാണ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതവിടെ വേകണുണ്ട്. അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചില്ല, മറന്നുപോയതാണ്. അപ്പോൾ ഉപ്പിട്ടിട്ട് അത് വേകാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 2 സവാള ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് തക്കാളി, പിന്നെ ഒരു വെളുത്തുള്ളിൻ്റെ പകുതി എടുക്കണുള്ളൂ, പിന്നെ 2-3 പച്ചമുളക്. പിന്നെ അത് തനിയായിട്ടും വെക്കാം. പിന്നെ എന്തെങ്കിലും ഒരു കൂട്ട് വേണ്ടതെന്നുള്ളതിൽ ഈ ഒരു 2-3 മുരിങ്ങക്കായും അതുപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ ചേർക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ. അപ്പോൾ ആ സവാളയും തക്കാളിയൊക്കെ നമ്മളിതാ അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കുക്കർ ഞാൻ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു വിസിൽ വരുമ്പോൾ തന്നെ അത് നന്നായി വെന്തിട്ടുണ്ട്. കാരണം നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചതാണല്ലോ, വർക്കൊക്കെ ചെയ്തതല്ലേ, അപ്പോൾ വേഗം വെന്ത് കിട്ടും. അപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ അരിഞ്ഞ് വെച്ച ഐറ്റംസൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്തോ നോക്കിയപ്പോൾ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സവാളയും തക്കാളിയും പിന്നെ അതുപോലെ തന്നെ മുരിങ്ങക്കായ്, ഉരുളക്കിഴങ്ങ് ഒക്കെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പുളിങ്കറി ആയതുകൊണ്ട് തന്നെ രണ്ടാം സൈഡ് കറിയുടെ ആവശ്യമൊന്നും ഇതിന് വരണില്ല. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഞാനൊന്ന് നന്നായി ഇളക്കുന്നുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ 2 സ്പൂണ് മല്ലിപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് മല്ലിപ്പൊടി ആവശ്യമുണ്ട്. പിന്നെ 1/2 സ്പൂണ് മുളക് പൊടിയും ചേർത്ത് കുറച്ചുകൂടി ഉപ്പിട്ടിട്ട് ഞാൻ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. പിന്നെ ഇതിൽ പുളി ചേർത്തണം. വാളംപുളി ഞാനവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊന്നും ആവശ്യമില്ല. അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. എത്രയാണോ പുളി അവനവൻ്റെ താല്പര്യം പോലെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് ഒരു മുറി തേങ്ങയും കൂടെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള പുളിവെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പുളിവെള്ളം ചേർത്ത് ഉടനെ തന്നെ അത് തിളയ്ക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി. ആ തേങ്ങയിൽ ജീരകം ആവശ്യമുള്ളവർക്ക് ചേർക്കുക, അതിൻ്റെ മണമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്. ഇപ്പം ഞാനത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇത് ഇരിക്കും തോറും കുറച്ച് കുറുകി വരും.
ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് കുറുകി വരും. പിന്നെ ഒരുപാട് കട്ടിയായിട്ട് ഈ ഒരു കറി പാടില്ല. ലൂസായാലും കട്ടിയാകാണ്ടിരിക്കണം ഈ ഒരു കറി എന്ന് പറയുന്നത്. പിറ്റേ ദിവസത്തേക്കൊക്കെ നല്ല ഒരു ടേസ്റ്റാണ് ഈ കറി. പെട്ടെന്ന് കേടായി പോകുമൊന്നുമില്ല. അപ്പോൾ അതൊന്ന് തിളച്ചപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് താളിപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ 2 വറ്റൽമുളക്, കുറച്ച് 2, 3, 4 ചെറിയുള്ളി അരിഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തു. അതിന് ശേഷം കുറച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ട് നമ്മുടെ കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽമുളകും ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കുക. നന്നായി ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ കറിയിലേക്ക് അത് ഒഴിച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റ്, നല്ല മണമാണ് ഈ ഒരു സമയത്ത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഈ ഒരു പുളിയവര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടയിലൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ്സ് അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഉറപ്പായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണണം. അപ്പോൾ ഈ ഒരു പുളിയവര നിങ്ങൾ വയ്ക്കും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.